ഹലോ ട്രേഡേഴ്സ്, മറ്റൊരു എഡ്യൂക്കേഷൻ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇൻട്രാഡേയിൽ ക്ലോസ് ചെയ്യുന്നത് അത് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ. അപ്പം ഞാൻ ഒരു പാർട്ട് 1 ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർക്കറ്റിന്റെ എൻഡ് ഓഫ് ദി ഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നതിന്റെ ബുള്ളിഷ് ക്ലോസിംഗിന്റെ എക്സാമ്പിൾസ് ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ പാർട്ട് 1 ആയിട്ട് ചെയ്തിരുന്നു. അപ്പം ഇന്ന് ഈ പാർട്ട് 2 നമ്മൾ കാണാൻ പോകുന്നത് മാർക്കറ്റിന്റെ ബെയറിഷ് ആയിട്ടുള്ള ക്ലോസിംഗിന്റെ കുറെ എക്സാമ്പിൾസ് ഒക്കെയാണ്. അവിടെ നമുക്ക് എൻഡ് ഓഫ് ദി ഡേ മാർക്കറ്റിന്റെ ഈ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആണോ ബെയറിഷ് ക്ലോസിംഗ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത ദിവസം മാർക്കറ്റിന്റെ ഓപ്പണിംഗും കൂടെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല കൺവിക്ഷനോട് കൂടി നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ എൻട്രികൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റിന്റെ ബുള്ളിഷ് ക്ലോസിംഗ് ആണ്. ബുള്ളിഷ് ക്ലോസിംഗ് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. മാർക്കറ്റിന്റെ ക്ലോസിംഗ് ബെയറിഷ് ആണെങ്കിൽ അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത് എന്നുള്ളത് എക്സാമ്പിൾ സഹിതം ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ ഈ പറയുന്ന ബുള്ളിഷ് ക്ലോസിംഗും ബെയറിഷ് ക്ലോസിംഗും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരിക്കലും ഒരു ലോങ് ടൈമിൽ അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്കല്ല, ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റിന്റെ ക്ലോസിംഗ് ബുള്ളിഷ് ആയിരുന്നോ ബെയറിഷ് ആയിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ എപ്പോഴും മാർക്കറ്റിന്റെ ലെവലുകളിലാണ്. അതായത് മാർക്കറ്റ് 23,000 ലെവൽ ബ്രേക്ക് ചെയ്തോ അല്ലെങ്കിൽ 23,000 സപ്പോർട്ട് എടുത്തോ 23,200 ക്ലോസിംഗ്. അപ്പം ലെവലുകൾ നോക്കണമെന്നല്ല, ലെവലുകൾ തീർച്ചയായിട്ടും നോക്കണം. പക്ഷേ ഓരോ ലെവലുകളിൽ ചില സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ കാണും. പക്ഷേ എന്നാൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ആ ലെവലുകളുമായിട്ട് നിങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മാർക്കറ്റിൽ നിങ്ങൾക്ക് ചാർട്ട് റീഡ് ചെയ്യാനുള്ള കുറച്ചുകൂടെ എബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് കൂടാതെ ഞാൻ ഈ ചെയ്ത പാർട്ട് 1 വീഡിയോ ഞാനത് പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യും. അപ്പം ആ പാർട്ട് 1 കൂടെ നിങ്ങൾ ആദ്യം കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഞാൻ എന്തായിരുന്നു ആ പാർട്ട് 1 ഞാൻ ബുള്ളിഷ് ക്ലോസിംഗിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടും. അപ്പം ആ പാർട്ട് 1 കണ്ടതിന് ശേഷം ബുള്ളിഷ് ക്ലോസിംഗിനെ പറ്റി ഐഡിയ കിട്ടിയതിനു ശേഷം നിങ്ങൾ പാർട്ട് 2 കാണുക. ഇപ്പൊ ഈ പാർട്ട് 2 നമ്മൾ ബെയറിഷ് ക്ലോസിംഗ് ഇൻട്രാഡേയിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിന് കുറെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ ഡേറ്റുകൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ബെയറിഷ് ക്ലോസിംഗിൽ 24/1/2025 ചാർട്ട് നമുക്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. അപ്പം ഇത് 24/1 ഇതാണ് 24/1 നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേനും ഒരു നല്ലൊരു 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നൊരു സപ്പോർട്ട് എടുത്തു. അതിനുശേഷം വീണ്ടും അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റൈസ്. അതിനുശേഷം മാർക്കറ്റിൽ അത് സംഭവിച്ചത് ഏകദേശം ഒരു 12 മണി ആയപ്പോൾ തൊട്ട് മാർക്കറ്റ് ആ ഹൈയിൽ നിന്നും അന്നത്തെ ഡേ ഹൈയിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോൾ ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു 12 മണി തൊട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നിടം വരെ മാർക്കറ്റ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു റിക്കവറി പോലും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൾ അല്ലെ. അതായത് അതിന് തൊട്ട് മുന്നേ ബ്രേക്ക് ചെയ്ത് ഈ സിംഗിളോ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം അവിടുന്ന് കണ്ടിന്യൂസ് ഫോൾ ആണ്. അത് കൂടാതെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രീവിയസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംഗിളോ സപ്പോർട്ട്, അതായത് ഇതുകൊണ്ട് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് നന്നായിട്ട് ബൗൺസ് ചെയ്ത് ഇവിടെ വരെ പോയതാണ്. അപ്പം 12 മണിക്ക് ശേഷം സംഭവിച്ച ഫോളില് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് എൻറ്റയർലി അവിടെ സോൾഡ് ഓഫ് ആയി. അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡേ ലോയ്ക്ക് അടുത്താണ്. അപ്പം ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിൽ ഇതുപോലെ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് ഏത് ലെവലിൽ, അതായത് മാർക്കറ്റിന്റെ ഇത്ര ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മാത്രം നോക്കാതെ മാർക്കറ്റിന്റെ ഒരു ക്ലോസിംഗിന്റെ ഒരു സ്വഭാവം കൂടെ നിങ്ങൾ നോക്കണം. ഇപ്പൊ ഇതും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ചാർട്ട് റീഡിംഗ് സ്കില്ലുകൾ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ കുറച്ചും കൂടെ മാർക്കറ്റില് നമുക്ക് എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, മാർക്കറ്റ് എപ്പോഴും നമുക്ക് ചാർട്ടിലാണ് നമുക്ക് ഹിഡൻ സിഗ്നൽസ് നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് ഈ ലെവലുകളൊക്കെ നമുക്ക് ഓക്കെ ഫൈൻ നല്ലതാണ്. പക്ഷെ എന്നാൽ പോലും മാർക്കറ്റിന്റെ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ശരിക്കും നമ്മളെ ഒരു
ഹിഡൻ ആയിട്ടാണ് മാർക്കറ്റ് എപ്പോഴും സിഗ്നൽസ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോഴത്തേനും നമുക്ക് ആ ഒരു ചാർട്ടിൽ നമുക്ക് മാർക്കറ്റ് നമ്മളോട് പറയാതെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ അറച്ചു നിൽക്കും, എൻട്രി എടുക്കണോ വേണ്ടോ. അപ്പൊ നമുക്കൊരു കൺവിക്ഷൻ ഇല്ല. പലപ്പോഴും ആ കൺവിക്ഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ്, അതായത് മാർക്കറ്റ് താഴോട്ട് പോകണമെങ്കിൽ നമുക്ക് തോന്നുന്നു മാർക്കറ്റ് റിവേഴ്സ് ചെയ്യണം, അപ്പൊ മാർക്കറ്റ് മേലോട്ട് പോകണമെങ്കിൽ നമുക്ക് തോന്നുന്നു റിവേഴ്സ് ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കോൾ ഓപ്ഷൻ ആണോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ആണോ മേടിക്കണം എന്നുള്ളത് പലപ്പോഴും കൺഫ്യൂഷൻ. അപ്പം ഇതിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ചാർട്ടുകൾ, മാർക്കറ്റിൽ ഓരോ 5 മിനിറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ടൈം ഫ്രെയിം ഏതാണ്, ആ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ചാർട്ട് റീഡിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കുറെ കാര്യങ്ങളാണ് ഞാനിപ്പം പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ എൻഡ് ഓഫ് ഡേ ക്ലോസിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ കണ്ടു, ഇപ്പം മാർക്കറ്റിന്റെ ബിയറിഷ് ക്ലോസിംഗിന്റെ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കണ്ടു. നമുക്കിനി കുറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇനി 21/1/2025 നമുക്ക് ചാർട്ട് നോക്കാം. 21/1 21/1 നിങ്ങൾ കണ്ടോ? അതായത് മാർക്കറ്റ് ഓപ്പണിംഗിൽ ഒരു ഗ്യാപ്പ് ഓപ്പൺ ചെയ്തു, ഓപ്പൺ ചെയ്ത് ഫൈനൽ ക്യാൻഡലിന്റെ ഹൈ പോലും ബ്രേക്ക് ചെയ്തത്, അതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോള്, അതിനുശേഷം അവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരു റൈസ്, കൃത്യം ആ ഹൈഡ് അവിടെ വന്നിട്ട് വീണ്ടും റിജക്ഷൻ ആയി. അതായത് മാർക്കറ്റിന് ഈ ഒരു ഓപ്പണിംഗിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈയെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് സാധിക്കുന്നില്ല. അതിനുശേഷം വീണ്ടും ഒരു ഷാർപ്പ് ഫോള് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്ത ആ സ്വിംഗ് ലോയ്ക്ക് അടുത്ത് തന്നെ വന്നിട്ട് മാർക്കറ്റ് ഒന്നുകൂടെ ബൗൺസ് ചെയ്യാൻ നോക്കി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മാർക്കറ്റിന് ഈ ഒരു ഫോളിന്റെ ഒരു 50% മാത്രമേ റീട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഫിബൊനാച്ചി ടൂളുകൾ ട്രേഡിംഗിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിന് ഇമ്പോർട്ടൻസ് അറിയായിരിക്കും. ഒരു ഫോളിന്റെ 50% റീട്രേസ്മെന്റ് നടന്നു, കൃത്യം അവിടുന്ന് തിരിച്ച് വീണ്ടും റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് ഫോൾ ചെയ്തു. മാർക്കറ്റ് ഫോൾ ചെയ്യുന്നത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രൈസ് ആക്ഷൻ എന്താണ്? അതായത് ഈ ഒരു ഫോളിന്റെ 50% റീട്രേസ്, അതായത് നിങ്ങൾ മോർണിംഗിലെ ഫോൾ നോക്കി, അതായത് മോർണിംഗിൽ ഈ ഒരു ഫോളിന്റെ 100% അവിടെ നിന്ന് റിക്കവർ ചെയ്തു. പക്ഷെ രണ്ടാമത്തെ ഫോള് അതിന്റെ 50% ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് അടുത്തു, മാർക്കറ്റ് പരാജയപ്പെട്ടു പോയി, അല്ലെങ്കിൽ മാർക്കറ്റിൽ അവിടെ ബയേഴ്സ് ഫെയിൽ ആയി. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ലോ സപ്പോർട്ട്, സ്ട്രോങ് സ്വിംഗ് ലോ സപ്പോർട്ട്, അതായത് 2 തവണ ഈ ലെവലിൽ നിങ്ങൾക്ക് ബൗൺസ് ചെയ്തു. പക്ഷെ ആ ലോയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന അന്നത്തെ ഡേയുടെ ലോയ്ക്ക് അടുത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് പക്ക ഒരു ബിയറിഷ് ക്ലോസിംഗിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലോസിംഗിന്റെ നേച്ചർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മാർക്കറ്റ് ഓക്കെ നിങ്ങൾ നോക്കപ്പെടുന്ന 23,000 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 23,000 എന്ന് പറയുന്ന ലെവൽ ഒരു റൗണ്ട് നമ്പർ ആണ്, ഒരു ക്രിട്ടിക്കൽ ലെവലാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും നമ്മള് മാർക്കറ്റിന്റെ ഒരു ക്ലോസിംഗിന്റെ സ്വഭാവത്തെ പറ്റി നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് കൺവിക്ഷനോട് കൂടി നമുക്ക് എൻട്രികൾ എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്തത് 13/1/25. 13/1/25 എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. 13/1 മാർക്കറ്റ് ഇതുപോലെ അന്നത്തെ ദിവസം ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. തൊട്ട് തലേദിവസത്തെ ലോയുടെ അവിടെ വന്നിട്ട് കറക്റ്റ് അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു സ്വിംഗ് ലോ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോയി. അതായത് ഇവിടുത്തെ നേച്ചർ നമ്മൾ നോക്കുക, അതായത് 10:30 തൊട്ട് മാർക്കറ്റ് അവിടെ നിന്ന് ഫോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ എൻഡ് ഓഫ് ഡേ വരെ കണ്ടിന്യൂസ് ആയിട്ട് റിക്കവറി പോലും ഇല്ലാതെ ഫോള്, അതുകൂടാതെ പ്രീവിയസ് സ്വിംഗ് ലോ ബ്രേക്ക് ഡൗൺ ചെയ്തു, കണ്ടിന്യൂസ് ഫോള്. അപ്പം ഇത് കാണുക നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല. അപ്പം അത് തന്നെയല്ല ഡേ ലോയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇത് പക്കാ ബിയറിഷ് ക്ലോസിംഗിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് 10/1 നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. 10/1 എന്താ സംഭവിച്ചിരിക്കുന്നത്? 10/1 ഇതേപോലെ 10/1 നമ്മൾ നോക്കിയതാണ്. 10/1 ഇതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ഓപ്പണിംഗ്, ഒരു ചെറിയ സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ്, പിന്നെ ഒരു ഫോള്, അതിനുശേഷം വീണ്ടും ഒരു ഗ്യാപ്പ്, ഒരു റൈസ്, അതിനുശേഷം 11:25 തൊട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോള്.
അപ്പൊ നിങ്ങളിപ്പം ഇവിടെ എല്ലാം നിങ്ങൾ കണ്ടോ ഈ ഫോളിന്റെ നേച്ചറുമാണ്. അതായത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് പിന്നെ റിക്കവറി ഇല്ലാതെ ഫോള് അത് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്ത ലോയ്ക്ക് അടുത്ത് തന്നെ ക്ലോസ് ചെയ്തു അല്ലെ. അതായത് അന്ന് ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ ഞാൻ റേഞ്ച് വരയ്ക്കുമ്പോഴത്തേക്ക് നാട്ടിൽ ഒരു ലൈൻ ഉണ്ടോ നിങ്ങൾ, അതായത് ഇതൊരു മറ്റേ ഈ ഒരു ആ റേഞ്ച് അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റേഞ്ചിന്റെ 50% ലെവലാണത്. അപ്പം അന്നത്തെ ദിവസം സെയിം ലെവലിൽ 2 തവണ റിജക്ഷൻ വന്നു, പിന്നീട് ക്ലോസ് ചെയ്ത് പിന്നീട് ഒരു 11 തൊട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിക്കവറി ഇല്ലാത്ത ഫോള്, രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ലോയ്ക്ക് അടുത്ത് തന്നെ ക്ലോസിങ്. അപ്പം ഈ 3-4 കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇത് പക്കാ ബിയറിഷ് ക്ലോസിംഗ് ആണ്. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. 21/2 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു, തൊട്ട് തലേദിവസത്തെ ക്ലോസിംഗിൽ നടന്നപ്പോഴത്തേനും റിജക്ഷൻ വന്നു. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ലോയും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് 2 തവണ സെയിം ലെവലിൽ നിന്ന് റിജക്ഷൻ നടന്നു, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് ഈ ലെവലിനെ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല, മുകളിലോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഈ ലോയ്ക്ക് അടുത്തായിട്ട് തന്നെ ക്ലോസ്, അതായത് അന്നത്തെ ലോയ്ക്ക് അടുത്ത് തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതും ഒരു മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ്, ക്ലോസിംഗിന്റെ നേച്ചർ എന്നുള്ള പക്ക ബിയറിഷ് സെന്റിമെന്റാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ലെവലുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ എന്നാൽ പോലും നമ്മൾ ക്ലോസിംഗിന്റെ നേച്ചർ നമ്മൾ മനസ്സിലാക്കിക്കണം. അതായത് മാർക്കറ്റ് നമ്മളിവിടെ അനലൈസ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ ഡേയിൽ മാർക്കറ്റ്, അതായത് മാർക്കറ്റ് ഒരു വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമ്മളത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മുടെ ചാർട്ട് ട്രേഡിങ്ങിൽ. നമുക്ക് അടുത്ത ദിവസം എക്സാമ്പിൾ നമുക്ക് നോക്കാം. 10/2 എന്താ സംഭവിച്ചിരിക്കുന്നത്. 10/2 എന്ന് പറയുമ്പോൾ 10/2 മാർക്കറ്റ് തൊട്ട് ദിവസത്തെ ക്ലോസിംഗിൽ അവിടെ കൃത്യം ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ. അതായത് അന്നത്തെ ദിവസം മാർക്കറ്റിൽ ഒരു റിക്കവറി എന്ന് പറയുന്ന സാധനമേ വന്നിട്ടില്ല. മാർക്കറ്റ് അവസാന നിമിഷം അവസാനത്തെ ഒരു മണിക്കൂറിൽ ഒന്ന് ബൗൺസ് ചെയ്തെങ്കിൽ പോലും ഇതാണ് 50% ലെവൽ. ഈ ലെവൽ ഈ ലൈനാണ് അന്നത്തെ ദിവസം റേഞ്ചിന്റെ 50% ലെവൽ. ആ ലെവലിന് അടുത്തോട്ട് പോലും വരാൻ പറ്റിയ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അന്നത്തെ ലോയ്ക്ക് അടുത്ത് തന്നെ ക്ലോസ് ചെയ്യും. ഇത് പക്ക ബിയറിഷ് ക്ലോസിംഗ് എക്സാമ്പിൾ ആണ്. തൊട്ടടുത്ത ദിവസം ഇതുപോലെ തന്നെയാണ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളാണ്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന അറിയാം, തൊട്ട് ദിവസം ക്ലോസിനായിട്ട് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിക്കവറി ഇല്ലാത്ത ഫോൾ. അതായത് ഇന്നത്തെ ദിവസം ഈ ഫെബ്രുവരി മാസം 11-ാം തീയതി ട്യൂസ്ഡേയില് മാർക്കറ്റിന്റെ ഇപ്പം ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ്, നമുക്ക് ഒരു കണ്ടീഷൻ ഇല്ലാത്ത ഒരു ക്ലോസിംഗ് ആണ്. അതായത് പക്ക ബിയറിഷ് ക്ലോസിംഗ് എക്സാമ്പിൾ ആണ്. ഒരു റിക്കവറി പോലും ഇല്ലാത്ത ട്രെൻഡിങ് ഫോളിലെയാണ്. 13/2 നമുക്ക് നോക്കാം. 13/2 ഇതുപോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേനും ഒരു ഗ്രീൻ ക്യാൻഡിലിന് ശേഷം ഒരു പ്രീവിയസ് സിംഗിളിലേക്ക് അടുത്ത് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കയറി പോയി. അതിനുശേഷം വീണ്ടും എന്താ സംഭവിച്ചത്, അതായത് ഒരു 11-12 മണി തൊട്ട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഫോൾ. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അറിയാൻ പറ്റും. അന്നത്തെ ലോയ്ക്ക് ഓപ്പണിംഗിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ലോയ്ക്ക് എടുത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പം ഇതൊരു പക്ക ബിയറിഷ് ക്ലോസിംഗ് എക്സാമ്പിൾ ആണ്. നമുക്ക് ബിയറിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗിന്റെ എക്സാമ്പിൾസ് നോക്കാം. അതായത് ബിയറിഷ് ടു ന്യൂട്രൽ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റ് ബിയറിഷ് ആണ്, എന്നാൽ നമുക്ക് ഇപ്പൊ നമ്മൾ നോക്കിയ എക്സാമ്പിൾസ് പോലെ പക്ക ബിയറിഷ് നമുക്ക് പറയാൻ പറ്റത്തില്ലാത്ത, എന്നാൽ ബിയറിഷ് ബുള്ളിഷോ അല്ല. അതായത് ബിയറിഷ് ആണ് എന്നാൽ ഒരു ന്യൂട്രൽ ക്ലോസിംഗ് ആണ്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കപ്പെടുന്നത് കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് 4/12/2024 നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. 4/12.
പിന്നെ 4:12 നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് അന്നത്തെ തൊട്ട ദിവസത്തെ ഹൈയുടെ മുകളിൽ ഓപ്പൺ ചെയ്തു. അവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് കയറി പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് ആ ഹൈക്ക് അടുത്തോട്ട് വരാൻ ശ്രമിച്ചെങ്കിലും അതിന് മുന്നേ തന്നെ ഇവിടെ റിജക്ഷൻ വന്നിട്ട് അന്നത്തെ ദിവസം മാർക്കറ്റ് റേഞ്ചിന്റെ 50%, അതായത് ആദ്യം മാർക്കറ്റ് ഈ ഒരു 11:30 മാർക്കറ്റ് അന്നത്തെ ഡേ ഹൈഡ് അടുത്തു ഒരു ഷാർപ്പ് ഫോൾ നടന്നിട്ട് റിക്കവറി നടന്നു. വീണ്ടും ഏകദേശം ഡേ ഹൈഡ് അടുത്ത് വന്നെങ്കിലും മാർക്കറ്റ് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം അന്നത്തെ റേഞ്ചിന്റെ മിഡിലായിട്ട് ഒന്ന് ക്ലോസ് ചെയ്തു. അതായത് നമുക്കിതിനെ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ്. അപ്പം ആ ക്യാൻഡിലിന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോജി ക്യാൻഡിലുമാണ്. പക്ഷെ എന്നാൽ ഞാൻ ഇതിന് ഒരു ബെയറിഷ് ന്യൂട്രൽ ക്യാൻഡിലായിട്ടാണ് ഞാൻ ക്ലാസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ഓപ്പൺ ക്യാൻഡിലിന്റെ ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഡേ ഹൈക്ക് എടുത്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ പക്ക ഒരു ബെയറിഷ് ആയിട്ട്, അതായത് ഈ ലോ ഇവിടെയാണ്, മിഡ് ഓഫ് ദ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിലിന്റെ ഹൈക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല മുകളിലോട്ട്. അപ്പം ഇത് നമുക്കൊരു ബെയറിഷ്, അതായത് ഒരിക്കലും ബുള്ളിഷ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പക്ക ബെയറിഷ് എന്ന് പറയാൻ പറ്റത്തില്ലാത്ത ഒരു ക്ലോസിംഗ് ആയതുകൊണ്ട് ഞാൻ ഇതിന് ബെയറിഷ് ന്യൂട്രൽ ക്ലോസിംഗ് ആണ് ഞാൻ ഇതിന്റെ ക്ലാസ് ചെയ്യുന്നത്. നമുക്ക് 10:12 നമുക്ക് എക്സാമ്പിൾ നോക്കാം. 10:12 എക്സാമ്പിളില് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് മാർക്കറ്റ് ഒരു റിക്കവറി ഇല്ലാത്തൊരു ഫോള്, അതായത് ഇവിടുന്ന് മാർക്കറ്റ് ഒരു ഫോള്. അതിനുശേഷം മാർക്കറ്റ് എൻഡ് ഓഫ് ഡേയിൽ മാർക്കറ്റ് അന്നത്തെ ദിവസത്തെ റേഞ്ചിന്റെ ഒരു തൊട്ട് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് മാർക്കറ്റിന്റെ എൻഡ് ഓഫ് ഡേയിൽ മാർക്കറ്റ് റിക്കവറി വന്നു മാർക്കറ്റിൽ. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഈ ഓപ്പൺ ചെയ്ത ക്യാൻഡലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇതിനെ ഒരു പക്ക ബീരിഷ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവസാനത്തെ ഒരു 2 മണി തൊട്ടുള്ള ഒരു 1.5 മണിക്കൂറിൽ ഒരു ഷാർപ്പ് റിക്കവറി വന്നു. പക്ഷെ എന്നാൽ പോലും ഈ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഇതിനെ ഒരു ബേറിഷ് ന്യൂട്രൽ, അതായത് പക്ക ബീരിഷും അല്ല, എന്നാൽ ഒരു ന്യൂട്രലായിട്ട് ഞാൻ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാം. 11:12 നമുക്ക് നോക്കാം എക്സാമ്പിൾ. 11:12 ദിവസം തന്നെയാണ്. അതായത് 11:12 എന്ന് പറയുമ്പോഴത്തേനും അന്നും ഇതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ തൊട്ട് ദിവസത്തെ ക്ലോസിന്റെ മുകളിലായിട്ട് ഓപ്പൺ ചെയ്തു. ഏകദേശം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് ഏകദേശം ആ റേഞ്ചിനടുത്തായിട്ട് തന്നെ ക്ലോസ് ചെയ്തു. പക്ഷേ ഈ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ്. ആ റെഡ് ക്യാൻഡിലിന്റെ മുകളിലല്ല ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു ബേറിഷ് ന്യൂട്രൽ എന്ന് പറഞ്ഞാണ് ഒരു കാറ്റഗറി പെടുത്തിയാണ് ഞാനിപ്പോ ഇതിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളിപ്പോ ഇതിന് മുന്നേ നോക്കിയിട്ടുള്ള പക്ക ബേറിഷ് ക്ലോസിംഗ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് കൃത്യമായ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങളും ഈ രീതിയിൽ നിങ്ങൾ ഓരോ ദിവസത്തെ ചാർട്ടുകൾ നിങ്ങൾ നോക്കുക. നിങ്ങൾക്കും അതിന്റെ ക്ലോസിംഗിന്റെ നേച്ചർ ബുള്ളിഷ് ആണോ, ബേറിഷ് ആണോ, അതോ ബുള്ളിഷ് ടു ന്യൂട്രൽ ആണോ, അല്ലെങ്കിൽ ബേറിഷ് ടു ന്യൂട്രൽ ആണോ, ഈ രീതിയിൽ നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്ത് നോക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാക്കത്തില്ല. അപ്പം നിങ്ങൾ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ലൈവ് മാർക്കറ്റ് ഇരിക്കുമ്പോഴത്തേന് അന്നത്തെ ദിവസത്തെ ക്ലോസിംഗ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നോക്കുക. തൊട്ടടുത്ത ദിവസം എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ അടുത്ത പാർട്ടിൽ ഞാൻ നമ്മുടെ ഓപ്പണിങ്ങിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോഴത്തേനും ഞാൻ ഈ പാർട്ട് 1 പാർട്ട് 2 ഞാൻ നമ്മുടെ ക്ലോസിംഗിന്റെ ബുള്ളിഷ് നേച്ചറും ബിയറിഷ് നേച്ചറും ഞാൻ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ള പാർട്ടുകളിൽ നമ്മൾ ഓപ്പണിങ്ങിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോഴത്തേനും നമ്മൾ ഈ ക്ലോസിംഗും ഓപ്പണിംഗും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് മാർക്കറ്റിനെ നമുക്ക് ഇൻഡെക്സിനെ നമുക്ക് അല്ലെങ്കിൽ ചാർട്ടിനെ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അടുത്ത പാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പാർട്ട് 1 പാർട്ട് 2 നിങ്ങൾ വിശദമായിട്ട് കാണുക. നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 8:1 8:1 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ്.
ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം അന്നത്തെ ഹൈക്ക് അടുത്ത് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഇതിനെ ഒരു കാരണം ഓപ്പൺ ചെയ്ത റെഡ് ക്യാൻഡിൽ ഈ ഒരു ഫോള് ഓപ്പൺ ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായിരുന്നു. ഓപ്പണിംഗിന്റെ ഒരു ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു സെൽ ഓഫ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് റിക്കവർ ചെയ്തു, ഒരു വി ഷേപ്പ് റിക്കവറി പോലെ കാണാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും ഈ ഒരു ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ഹൈക്കും മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിനെ ഒരു ബിയറിഷ് ടു ന്യൂട്രൽ ആയിട്ട് തന്നെയാണ് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് പക്ക ബിയറിഷും അല്ല, എന്നാൽ ഒരു ബിയറിഷ്നെസ് ഉണ്ട് ക്ലോസിങ്ങിനകത്ത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1-2 നമുക്ക് എക്സാമ്പിൾ ഉണ്ടോ? 1-2 ഓക്കെ. അപ്പം ഞാൻ മാർക്ക് ഡേറ്റ് തെറ്റിപ്പോയി, സോറി. അപ്പം ഇത്രയും എക്സാമ്പിൾസ് ഞാനിപ്പം ബിയറിഷ് ന്യൂട്രൽ ക്ലോസിംഗിനെ കാണിച്ചു. അപ്പം പക്ക ബിയറിഷ് ക്ലോസിംഗിന്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. അപ്പം അതുകൊണ്ട് നിങ്ങളും നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടുകൾ എടുത്തിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയ വെച്ചിട്ട്, അതായത് നിങ്ങൾ ലെവലുകൾ മാത്രം നോക്കാതെ ഈ ഒരു ക്ലോസിംഗിന്റെ നേച്ചറും കൂടെ നിങ്ങൾ ഇനി തൊട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അതും കൂടെ നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളും കൂടെ വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാനത് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നു ഓപ്പണിംഗിനെ പറ്റി. അപ്പം ഏതായാലും ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളും കൂടെ മാർക്കറ്റിന്റെ ക്ലോസിംഗിന് നിങ്ങൾ അനലൈസ് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓപ്പണിംഗിൽ നിങ്ങൾക്ക് എങ്ങനെ എൻട്രി എടുക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോസിൽ ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഇതുവരെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.